പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനകൾക്കിടെ നിർണായക കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് 11 മണിക്ക് ചേരും. പഹൽഗാം ആക്രമണത്തിൽ രാജ്യം ഇതുവരെ സ്വീകരിച്ച നടപടികൾ പ്രധാനമന്ത്രി വിശദീകരിക്കും. ജമ്മുകശ്മീരിൽ കനത്ത ജാഗ്രത തുടരുന്നു. വിവിധ മേഖലകളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാൻ വ്യാപകമായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണ്. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. പ്രശാന്ത് ചേരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത്, ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ഈ ഒരു കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. ആദ്യഘട്ടത്തിൽ നയതന്ത്ര തിരിച്ചടി പാകിസ്ഥാന് വല്ലാത്ത രീതിയിൽ ഇന്ത്യ നൽകിയിരുന്നു. ഇന്ന് ചേരുന്ന യോഗത്തിൽ എന്തൊക്കെയാകും ചർച്ചയാവുക? യോഗത്തിന് മുന്നിലേക്ക് പ്രധാനമന്ത്രി വെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിന് മുന്നോടിയായി തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമായും ഒപ്പം തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ കര, വ്യോമ, നാവികസേന മേധാവികൾ, അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവരുമായി ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ RSS മേധാവിയുമായി തന്നെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതായത് RSSന്റെ പിന്തുണ അടക്കം ഇപ്പോൾ സർക്കാരിനും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾക്കും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. ഇതിനു മുൻപേ തന്നെ സർക്കാർ എടുക്കുന്ന നീക്കങ്ങൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മാത്രം മറ്റ് ചർച്ചകളിലേക്ക് കടന്നാൽ മതി എന്ന് തന്നെ. അതായത് രാജ്യത്തിന് മേലുള്ള ആക്രമണത്തിന് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യരുത്, അതിന് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലപാടെടുത്തത്. അപ്പോഴും പ്രതിപക്ഷം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അക്കാര്യത്തിലടക്കം ഒരു തീരുമാനം എടുത്തേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുവരെ എടുത്ത നടപടികൾ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയുണ്ടാവും. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ യോഗത്തിന് ശേഷമാണ് വളരെ ശക്തമായി തന്നെ തിരിച്ചടിക്കാനും ഏത് രീതിയിൽ തിരിച്ചടിക്കണം, എന്ന് തിരിച്ചടിക്കണമെന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകുകയും ഒക്കെ ചെയ്തത്. ആ ഒരു പശ്ചാത്തലമാണ് നിലവിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഇതുവരെ നിലനിൽക്കുന്നത്. അതേസമയം അതിർത്തിയിലേക്ക് പോയാൽ അതിശക്തമായ രീതിയിൽ തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അനന്തനാഗ് കേന്ദ്രീകരിച്ചും കുൽഗാം കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. ഭീകരർ ിരിക്കുന്ന ഒളിത്താവളങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിലവിൽ നടത്തിയ പരിശോധന ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഗോത്ര വിഭാഗങ്ങളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ ഉൾവനങ്ങളിലേക്കുള്ള പരിശോധന ആണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രയധികം ദിവസം അവർക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സൈന്യം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, കാരണം ഭക്ഷണം, മറ്റ് സംവിധാനങ്ങൾക്കെല്ലാമുള്ള എല്ലാ തരത്തിലുള്ള തടയിടൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തത്. അതേസമയം തന്നെ അതിർത്തിയിൽ പ്രധാനപ്പെട്ട പൂഞ്ചടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലാകെ തന്നെ നിലവിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കടുത്ത പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. അതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ച വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. അതിനിടെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു മറുപടിയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് തന്നെയാണ് രാജ്യം ആവർത്തിക്കുന്നത്. ശ്രീകാർത്തിക. ശരി, കെ പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.